ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തേക്കുംകുടി ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നിവിടെ വന്നിട്ടുള്ളത് ടൈൽസ് പണിക്കാർക്ക് ഉപകാരപ്രദമായൊരു വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഗ്രാനൈറ്റ് പീസിൽ എങ്ങനെ വി കട്ട് അടിക്കാം അഥവാ ടേപ്പർ ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് പല സ്ഥലങ്ങളിലും പല പേരാണ് പറയുന്നത്. ചിലർ 45 അടിക്കാമെന്ന് പറയും. ഇതാണ് സംഭവം. ഇതുകൊണ്ട് ഇതേപോലെ നമുക്ക് ട്രോളിയിൽ ഇതേപോലെ ചെത്തിയെടുക്കാവുന്നതാണ്. ട്രോളിയിൽ ഇതേപോലെ ചെത്തിയെടുത്തതിന് ശേഷം നമുക്ക് പോളിഷ് ചെയ്ത് എടുത്താൽ പെട്ടെന്ന് പണി തീരുന്നതാണ്. ഇതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്. ഇതുകൊണ്ട് സമയലാഭമുണ്ട്. പിന്നെ പൊടി അടിക്കേണ്ട ആവശ്യമില്ല. സ്വന്തമായിട്ട് ട്രോളി ഉണ്ടായിട്ടും ഇതേപോലെ വി കട്ട് അടിച്ചെടുക്കാൻ അറിയില്ലാത്ത കുറേ ടൈൽസ് പണിക്കാർ സുഹൃത്തുക്കൾ നമുക്കിടയിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് അധികം ബോറടിപ്പിക്കാതെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാനായിട്ട് നമുക്ക് നേരെ വർക്ക് സൈറ്റിലോട്ട് പോകാം. എറണാകുളം ജില്ലയിലെ കോതമംഗലം എന്ന സ്ഥലത്ത് നിന്നും 10 കിലോമീറ്റർ ഉള്ളിലോട്ട് മാറി നാഗഞ്ചേരി എന്ന സ്ഥലത്താണ് ഈ വർക്ക് സൈറ്റ്. ട്രോളിയിൽ വി കട്ട് അടിക്കാൻ അറിയാവുന്ന ആളാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അറിയില്ലാത്തവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായൊരു വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടാവും. അതിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിന് മറുപടി തരുന്നതാണ്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ. അപ്പോൾ നമ്മൾ വർക്ക് സൈറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ സിറ്റ് ഔട്ട് വിരിച്ചിട്ടിരിക്കുകയാണ്. കുറച്ച് പീസ് വർക്ക് കൂടിയാണ് ബാലൻസ് ഉള്ളൂ. ഇപ്പോൾ നമ്മൾ വിരിച്ചിരിക്കുന്ന ഗ്രാനൈറ്റ് SK ബ്ലൂ എന്ന ഗ്രാനൈറ്റാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഗ്രാനൈറ്റാണ്. ഇത് ഞങ്ങൾ വാങ്ങിയപ്പോൾ സ്ക്വയർ ഫീറ്റിന് 160 രൂപയായിരുന്നു വില. അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ട്രോളിയിൽ വി കട്ട് അടിക്കാനുള്ള മട്ടമാണ് നമ്മൾ ആദ്യമായിട്ട് ഇടാൻ പോകുന്നത്. അതിനായി ബ്ലേഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള പീസ്, അതായത് റെയിലിൻ്റെ അടിയിലായിട്ട് ഒരു പീസ് വെച്ച് കൊടുക്കുക. ആ പീസ് ഇതേപോലെ ബ്ലേഡ് ഉരുങ്ങി പോകത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ ഒരു ബ്ലേഡ് വേനം കട്ട് ചെയ്ത് പോകുമ്പോഴത്തിന് വെച്ചാലും മതിയാവും. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ആ പീസ് ക്ലാമ്പ് ചെയ്ത് മുറുക്കണം. നന്നായിട്ട് ടൈറ്റാക്കിയതിന് ശേഷം നമ്മൾ ആദ്യം വെച്ച പീസിനോട് ചേർത്ത് മറ്റൊരു പീസ് വെച്ച് ക്ലാമ്പിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഈ പീസ് ആദ്യം വെച്ച പീസിനേക്കാളും അല്പം കട്ടി കുറഞ്ഞത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. അടുത്തത് നമ്മൾ ആദ്യം വെച്ച പീസിൻ്റെ 2 ക്ലാമ്പും ലൂസ് ചെയ്യുക. അതിനുശേഷം സെൻറ്റിമീറ്ററിൻ്റെ 4 പോയിൻറ്റ് കറക്റ്റ് 4 പോയിൻറ്റ് വെക്കണം, ബാക്കിലേക്ക് വലിച്ചു വെക്കണം. അതിനായി 4 പോയിൻറ്റ് കട്ട് ചെയ്തൊരു വടി പീസ് ഉണ്ടായിരുന്നു. അത് 2 പീസാക്കി ഒടിച്ചെടുത്തിട്ട് 2 സൈഡിലും വെച്ച് ടൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും നിങ്ങൾ വലിച്ചു വയ്ക്കുന്നത് കറക്റ്റായിരിക്കണം. ഒരു പോയിൻ്റ് പോലും മാറാൻ പാടില്ല. പോയിൻ്റ് പോലും മാറിക്കഴിഞ്ഞാൽ നമ്മളത് വി കട്ട് അടിച്ചെടുക്കുമ്പോൾ വാലുതലയായിട്ട് വരുന്നതാണ്. ടൈറ്റാക്കി വെച്ചതിന് ശേഷം നമ്മളത് ക്ലാമ്പ് ചെയ്ത് വീണ്ടും മുറുക്കുകയാണ്. നന്നായിട്ട് ടൈറ്റാക്കി വെക്കണം. ഇതിനി അഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ 4 പോയിൻ്റ് വലിച്ചില്ല. അതേപോലെ പീസ് 2 പോയിൻ്റ് 3 പോയിൻ്റ് അങ്ങനെ വലിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ടേപ്പറിങ്ങിൻ്റെ വീതി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ കറക്റ്റ് 4 പോയിൻ്റാണ് വലിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു നോർമലായിട്ടുള്ളൊരു ടേപ്പറിങ് പീസാണ് നമുക്ക് കിട്ടുന്നത്. അടുത്തതായി നമുക്ക് രണ്ടാമത് വെച്ച പീസ് അഴിച്ചെടുക്കാം. ബ്ലേഡിൻ്റെ റൈറ്റ് സൈഡുള്ള പീസ്. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു പോയിൻ്റ് പോലും മാറാൻ പാടില്ല. നമുക്ക് രണ്ടാമത്തെ പീസ് ഒരു 3 സെൻറ്റിമീറ്റർ ബാക്കിലേക്ക് വലിച്ചു വയ്ക്കാം. 2 സൈഡും വാലുതല ഇല്ലാതെ കറക്റ്റായിട്ട് തന്നെ 3 സെൻറ്റിമീറ്റർ ബാക്കിലേക്ക് വലിച്ച് 2 സൈഡും ക്ലാമ്പ് ചെയ്ത് ടൈറ്റ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ വി കട്ട് അടിക്കുന്നതിൻ്റെ മട്ടം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്തായി നമുക്ക് മരത്തിൻ്റെ 3 പീസുകൾ വേണം. 3 കോണാകൃതിയിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് 3 പീസ്. നമ്മളിട്ട മട്ടം കറക്റ്റാണോ എന്ന് അറിയാനായിട്ട് നമുക്കൊരു വേസ്റ്റ് പീസ് എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ടേപ്പറിങ് 2 സൈഡും ഒരേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അടുത്തായി നമുക്കൊരു സ്കർട്ടിങ് പീസ് എടുത്ത് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റായിട്ട് ചേർന്നിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതേപോലെ 2 സൈഡ് നന്നായിട്ട് ചേർത്ത് വെച്ചാൽ മതിയാവും. ഇതേപോലെ മട്ടമിട്ടാൽ കറക്റ്റ് 45 ഡിഗ്രി തന്നെ കറക്റ്റായിട്ട് ചെരിഞ്ഞിരുന്നോളും. ട്രോളിയിൽ കട്ടിങ് വെട്ടുന്ന അതേ സ്പീഡിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അധികം സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അടുത്തായി നമുക്ക് പീസ് കട്ട് ചെയ്ത് നോക്കാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ 5 ഇഞ്ചിൻ്റെ ബ്ലേഡ് ഇടാൻ ശ്രദ്ധിക്കുക.
ചിലപ്പോൾ നമ്മൾ ഗ്രാനൈറ്റിൻ്റെ കനത്തിൻ്റെ വ്യത്യാസം കൊണ്ട് ചിലപ്പോൾ ബ്ലേഡിൻ്റെ കവറ് ഗ്രാനൈറ്റ് പീസിൽ തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ബ്ലേഡിൻ്റെ കവർ അല്പം പൊക്കി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതിയാവും. കട്ട് ചെയ്തൊരു ഭാഗം കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ മരത്തിൻ്റെ പീസ് കട്ട് ചെയ്ത് ഇടയ്ക്ക് ഇറക്കി കൊടുക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സെൻറ്റർ ഭാഗത്തിലും ഒരെണ്ണം വെച്ച് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് തീരാറാകുമ്പോൾ തന്നെ ഒരു പീസ് അവിടെയും ഇറക്കി വെച്ച് പിടിക്കുക. അപ്പോൾ നമ്മുടെ പീസ് ചെരിഞ്ഞ് പോകാതെ കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ്, കറക്റ്റ് 45 ഡിഗ്രി തന്നെ കിട്ടിയിട്ടുണ്ട്. രണ്ട് സൈഡിലും ഒരേ വീതിയിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ടേപ്പറായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കിച്ചൺ സ്ലാബിൻ്റെ മുകളിലെ സ്കർട്ടിങ് പീസൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മൾ എഡ്ജർ ഉപയോഗിച്ചാൽ ചെയ്യുന്നെങ്കിൽ കണ്ടമാനം സമയമെടുക്കും. അത് തന്നെയല്ല, കണ്ടമാനം പൊടിയും ശ്വസിക്കേണ്ടി വരും. ഇതാകുമ്പോൾ ട്രോളിയിലാകുമ്പോൾ വെള്ളമൊഴിച്ച് കട്ട് ചെയ്യുന്നതുകൊണ്ട് പണിയും എളുപ്പമുണ്ട്, പൊടിയും അടിക്കേണ്ട ആവശ്യമില്ല. ഈ പീസുകളെല്ലാം തന്നെ ട്രോളിയിൽ കട്ട് ചെയ്തെടുത്താണ്. നമുക്കിതിൽ 1 ഇഞ്ചിൻ്റെ പീസ് മുതൽ 1 അടിയുടെ പീസ് വരെ നമുക്ക് ഇതിൽ ചെത്തിയെടുക്കാവുന്നതാണ്. ഇത് ഞാൻ പില്ലറിൻ്റെ 4 സെൻറ്റിമീറ്ററിൻ്റെ പീസും 6 സെൻറ്റിമീറ്ററിൻ്റെ പീസുമാണ് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനി ഒന്നും ചെയ്യാനില്ല, ഇതൊന്ന് പോളിഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഫ്രണ്ട്സ്, ഇപ്പോൾ ട്രോളിയിൽ എങ്ങനെ ഗ്രാനൈറ്റ് പീസ് കട്ട് അടിച്ചെടുക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ടൈൽസ് പണിക്കാർ സുഹൃത്തുക്കൾ നിങ്ങൾക്കിടയിലുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ഉപകാരപ്രദമായ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.